നമസ്കാരം. വെള്ളിത്തിരയിലെ വർണ്ണക്കാഴ്ചകൾക്കിടയിൽ നിന്ന് ചോരയൊലിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മലയാള സിനിമ ഉണർന്നത് 1986 ആ ഒക്ടോബർ പ്രഭാതത്തിലായിരുന്നു. ചെന്നൈയിലെ അണ്ണാനഗറിലെ സ്വന്തം വസതിയിൽ കഴുത്തറക്കപ്പെട്ട നിലയിൽ മലയാളത്തിന്റെ പ്രിയ നടി റാണി പത്മിനിയും അമ്മ ഇന്ദിരാദേവിയും കിടക്കുന്നത് കണ്ട് സിനിമാ ലോകം സ്തംഭിച്ചു പോയ പ്രഭാതമായിരുന്നു അത്. വെറും 20ഓളം കുത്തുകളേറ്റല്ല, മറിച്ച് അധികാരത്തിന്റെയും പകയുടെയും നിഗൂഢമായ ആയുധങ്ങളാലാണ് അവർ ഇല്ലാതാക്കപ്പെട്ടത് എന്ന സംശയം അന്നു തന്നെ സിനിമാക്കാർക്കിടയിലും ഉയർന്നു വന്നിരുന്നു. മോഷണ ശ്രമം എന്ന ലളിതമായ തിരക്കഥയിൽ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ആ ഇരട്ട കൊലപാതകം സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും ചില അദൃശ്യ കരങ്ങളുടെ ഇടപെടലുകളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് അന്ന് തിരികൊളുത്തിയത്. ഒരു നടി എന്നതിലുപരി അധികാര ഇടനാഴികളിലെ പല രഹസ്യങ്ങളും അറിയാമായിരുന്ന ഒരു സ്ത്രീയുടെ അന്ത്യം ഇന്നും മലയാള സിനിമാ ചരിത്രത്തിലെ ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് അവശേഷിക്കുന്നത്. ആ ജീവിത കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. കൊച്ചിയിലെ കായൽക്കാറ്റേറ്റ് വളർന്ന ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് തെന്നിന്ത്യൻ സിനിമയുടെ ഗ്ലാമർ റാണിയായി മാറിയ റാണി പത്മിനിയുടെ ജീവിതം ഒരു സിനിമാ കഥയേക്കാൾ വിസ്മയകരവും എന്നാൽ ഏറെ സങ്കടകരവുമാണ്. കൊച്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ഇന്ദിരാദേവിയുടെ മകളായിട്ടായിരുന്നു റാണിയുടെ ജനനം. കുട്ടിക്കാലം മുതൽക്കേ നൃത്തത്തോടും അതുപോലെ തന്നെ അഭിനയത്തോടും അതിയായ അഭിനിവേശം പുലർത്തിയിരുന്ന റാണിക്ക് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കരുത്തുറ്റ പിന്തുണയായിട്ട് അമ്മ ഇന്ദിരാദേവി കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു റാണിയുടെ വിജയ രഹസ്യവും. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്റ്റേജ് പരിപാടികളിലും നൃത്തവേദികളിലും റാണി സജീവമായിരുന്നു. വലിയ കണ്ണുകളും വശ്യമായ ചിരിയുമുള്ള ആ കൊച്ചു പെൺകുട്ടി തന്റെ ചുറ്റുമുള്ളവരെ അന്ന് തന്നെ അതിശയിപ്പിച്ചുകൊണ്ടേയിരുന്നു. കൊച്ചിയിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് തന്റെ മകളെ വലിയൊരു താരമാക്കണമെന്ന മോഹവുമായി ഇന്ദിരാദേവി മദ്രാസിലേക്ക്, അതായത് ഇന്നത്തെ ചെന്നൈയിലേക്ക് താമസം മാറുകയാണ്. സ്വപ്നം സിനിമയാണ്. അന്നത്തെ കാലത്ത് സിനിമയുടെ ലോകത്തേക്ക് കടക്കാൻ ചെന്നൈ ആയിരുന്നു ഏക ആശ്രയം. എല്ലാവരും അങ്ങോട്ടേക്ക് മാറണം. കയ്യിൽ കുറഞ്ഞ സമ്പാദ്യവും വലിയ സ്വപ്നങ്ങളുമായ അമ്മയും മകളും ചെന്നൈയിലെ സിനിമാ ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി. മകളെ എങ്ങനെയെങ്കിലും വെള്ളിത്തിരയിൽ എത്തിക്കണമെന്നായിരുന്നു ഇന്ദിരയുടെയും ആഗ്രഹം. 17-ാം വയസ്സിൽ തന്നെ റാണി പത്മിനി സിനിമയിൽ തന്റെ ആദ്യ അവസരം സ്വന്തമാക്കുകയാണ്. 1981 പുറത്തിറങ്ങിയ കിളിക്കൊഞ്ചൽ എന്ന ചിത്രത്തിലൂടെയാണ് അവർ വെള്ളിത്തിരയിൽ ചുവടുവെക്കുന്നത്. ആ ചിത്രത്തിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടതോടെ തമിഴിലും അതുപോലെ തന്നെ മലയാളത്തിലുമായി നിരവധി അവസരങ്ങൾ റാണിയെ തേടിയെത്തി. റാണിയുടെ കണ്ണുകളും നടനവും രീതികളും എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ യുവനടന്മാരുടെ നായികയായി റാണി പത്മിനി അതിവേഗം വളർന്നു വന്നു. ആ കാലഘട്ടത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ചെന്നൈയിലെ ആഡംബര മേഖലയായ അണ്ണാനഗറിൽ സ്വന്തമായി ഒരു വീട് വാങ്ങാനും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കാറുകൾ സ്വന്തമാക്കാനും അവർക്ക് പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. റാണി പത്മിനി പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറിപ്പോകുന്ന കാലഘട്ടമാണത്. ദാരിദ്ര്യത്തിന്റെ കൈപ്പറഞ്ഞ കുട്ടിക്കാലത്ത് നിന്ന് താരപൊലിമയുടെ ഉച്ചിയിലേക്കുള്ള റാണിയുടെ വളർച്ച അത്ഭുതകരമായിരുന്നു. ആരും അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ സിനിമാ ലോകത്തെ ചില അസൂയകളും അതുപോലെ തന്നെ ചതിക്കുഴികളും അവരെ പിന്തുടർന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. പെട്ടെന്ന് ഒരു പെൺകുട്ടി വളരുകയാണല്ലോ. താരപദവി ആസ്വദിക്കുമ്പോഴും തന്റെ ഏക ലോകം അമ്മയായിരുന്നു അവരെ സംബന്ധിച്ച്. തന്റെ മകളെ ലോകത്തിലെ ഏറ്റവും വലിയ നടിയായി കാണണമെന്ന് ആഗ്രഹിച്ച ആ അമ്മയും തനിക്ക് കിട്ടുന്ന ഓരോ നേട്ടവും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ മകളും ഒരുമിച്ച് ഒരു വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. ആ നാളുകളിലേക്കാണ് വിധി ക്രൂരമായ വേഷത്തിൽ, കൊലപാതകികളുടെ വേഷത്തിൽ അവരുടെ സ്വൈര ജീവിതം തകർത്തുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്നത്. സ്വപ്നങ്ങൾ കണ്ടു തീർക്കുന്നതിന് മുൻപേ തന്റെ 21-ാമത്തെ വയസ്സിൽ ആ ജീവിതം പാതി വഴിയിൽ അറുത്തു മാറ്റപ്പെടുകയാണ്. റാണി പത്മിനി എന്ന നടി മലയാള സിനിമയിൽ സജീവമായിരുന്നത് കേവലം 5 വർഷം മാത്രമാണ് എങ്കിലും, അതായത് 81 മുതൽ 86 വരെ, ആ ചുരുങ്ങിയ കാലയളവിൽ അവർ ചെയ്ത വേഷങ്ങൾ ഇന്നും സിനിമാ പ്രേമികൾ ഓർമ്മിക്കുന്നുണ്ട്. അന്നത്തെ മുൻനിര സംവിധായകരുടെ എല്ലാം പ്രിയപ്പെട്ട നടിയായി അവർ മാറിയിരുന്നു. ഗ്ലാമർ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിലും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലും റാണി തന്റെ മുദ്ര പതിപ്പിച്ചു. എല്ലാതരം വേഷങ്ങളും തനിക്ക് ഇണങ്ങുമെന്ന് അവർ തെളിയിക്കുക കൂടിയാണ് ചെയ്തത്. റാണി പത്മിനിയുടെ കരിയറിലെ ചില പ്രധാന ചിത്രങ്ങളിലേക്കാണ് നമ്മൾ ഇനി നോക്കുന്നത്. 81 ഇറങ്ങിയ കിളിക്കൊഞ്ചൽ മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമാണ്. റാണിയുടെ അരങ്ങേറ്റ ചിത്രമാണിത്. കൗമാരപ്രായത്തിൽ തന്നെ സിനിമയിൽ എത്തിയ അവർ ഈ ചിത്രത്തിലൂടെ തന്റെ വരവറിയിച്ചു. അത് വലിയൊരു വിജയമായി. ആ രാത്രിയാണ് 82-ലാണ് ഇത് പുറത്തിറങ്ങുന്നത്. ജോഷി സംവിധാനം ചെയ്ത ഈ സൂപ്പർ ഹിറ്റ് ചിത്രം
റാണിയുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു. മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അടുത്തത് 1981 ഇറങ്ങിയ സംഘർഷമാണ്. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, രതീഷ് എന്നിവർക്കൊപ്പം പ്രധാന വേഷത്തിലാണ് റാണി എത്തിയത്. ഈ ചിത്രവും വലിയ രീതിയിൽ ശ്രദ്ധ നേടി. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രം, മധുവിനൊപ്പമുള്ള ഈ ചിത്രത്തിലെ പ്രകടനവും വളരെ മികച്ചതായിരുന്നു. അടുത്തത് നിഴൽ മൂടിയ നിറങ്ങൾ എന്ന ചിത്രമാണ്. ഭരതൻ, IV ശശി കാലഘട്ടത്തിൽ വേഷമിട്ട റാണിക്ക് പലപ്പോഴും കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ പെട്ടെന്ന് സ്വീകാര്യത നേടാൻ റാണിക്ക് സാധിച്ചു. റാണി പത്മിനി കൊല്ലപ്പെട്ട കാലഘട്ടം മലയാള സിനിമയിലെ വമ്പൻ മാറ്റങ്ങളുടെ കാലം കൂടിയായിരുന്നു. അതായത് നമ്മുടെ പ്രിയപ്പെട്ട നടന്മാരായിട്ടുള്ള, ഇപ്പോഴും താരങ്ങളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും താരസിംഹാസനങ്ങളിലേക്ക് നടന്നു കയറുന്ന സമയമാണത്. അക്കാലത്ത് ചെന്നൈയിൽ താമസിച്ചിരുന്ന മലയാള നടീനടന്മാർക്കിടയിൽ വലിയൊരു പേടി സ്വപ്നമായിട്ട് റാണിയുടെ മരണം മാറുകയുണ്ടായി. അതായത് കൊലപാതകം. രാത്രികാല ഷൂട്ടിങ്ങുകൾക്കും അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലെ ലൊക്കേഷനുകൾക്കും പോകാൻ നടിമാർ ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഈ കൊലപാതകത്തിന് ശേഷം ഉണ്ടായതായിട്ട് പഴയകാല സിനിമാ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഒരു കൊലപാതകം നടക്കുമ്പോൾ ആർക്കായാലും ഭയം തോന്നുമല്ലോ അല്ലെ? അത് തന്നെയാണ് റാണി പത്മിനിയുടെ മരണത്തിന് ശേഷം അവിടെ സംഭവിച്ചത്. കൂടാതെ റാണി പത്മിനിയുടെ മരണശേഷം അവരുടെ സ്വത്തുക്കൾക്കും മറ്റും എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചും ഒരുപാട് കഥകൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. സിനിമയിലെ തിളക്കത്തിന് പിന്നിൽ ഒരു പെൺകുട്ടി എത്രത്തോളം അരക്ഷിതയായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ മരണം എന്നാണ് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ആ മരണം വല്ലാത്തൊരു ഞെട്ടലോടെയാണ് സിനിമാ ലോകവും അതുപോലെ തന്നെ മലയാളികളും അറിഞ്ഞത്. 86 ഒക്ടോബർ 15 ചെന്നൈ നഗരത്തിലെ തിരക്കേറിയ അണ്ണാനഗറിലെ ആഡംബര വീട്. ആ രാത്രിയിൽ അവിടെ അരങ്ങേറിയത് ഒരു സിനിമാ കഥയെ പോലും തോൽപ്പിക്കുന്ന ക്രൂരതയാണ്. അതായത് വെള്ളിത്തിരയിൽ വശ്യമായ പുഞ്ചിരിയോടെ മലയാളി മനസ്സ് കീഴടക്കിയ റാണി പത്മിനി എന്ന 21-കാരിയും അമ്മ ഇന്ദിരാദേവിയും തങ്ങളുടെ അവസാന ശ്വാസം എടുത്തത് സ്വന്തം വീട്ടിലെ തങ്ങളുടെ വിശ്വസ്തരുടെ കൈകളിലാണ് എന്നത് ആ ദുരന്തത്തിന്റെ ആഘാതമാണ് വർദ്ധിപ്പിക്കുന്നത്. ആ വീട്ടിലെ ജോലിക്കാരായ ഡ്രൈവർ ലക്ഷ്മി നരസിംഹൻ, വാച്ച്മാൻ ഗണേശൻ, പാചകക്കാരൻ ജബരാജ് എന്നിവരായിരുന്നു ആസൂത്രകർ. റാണിയുടെ പക്കലുള്ള സ്വർണവും പണവും കൈക്കലാക്കുക എന്നതായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം. ആ രാത്രിയിൽ അമ്മയെയും മകളെയും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ കിട്ടിയ പ്രതികൾ തങ്ങളുടെ പൈശാചിക മുഖം പുറത്തെടുക്കുകയാണ്. ആദ്യം അമ്മയെ കീഴ്പ്പെടുത്തിയ ശേഷം റാണിയെ അവർ ക്രൂരമായി ആക്രമിച്ചു. തന്റെ ജീവനായി ആ പെൺകുട്ടി കെഞ്ചി കാണും. പക്ഷേ ദയ എന്നത് ആ കൊലപാതകികളുടെ നിഘണ്ടുവിലേ ഉണ്ടായിരുന്നില്ല. അവർ നിഷ്കരുണം അവളെ കൊന്നുകളഞ്ഞു. ഏകദേശം 80ഓളം തവണയാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആ ശരീരത്തിൽ അവർ കുത്തി മുറിവേൽപ്പിച്ചത്. മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹങ്ങൾ ആരും കാണാതിരിക്കാൻ വീട്ടുപറമ്പിലെ സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു. പ്രതികൾ കരുതിയത് ആരും ഈ ക്രൂരത അറിയില്ല എന്നാണ്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും റാണിയെയും അമ്മയെയും കാണാതായതോടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും പോലീസിൽ വിവരം അറിയിച്ചു. അവർക്കാരുമില്ല എന്നാണ് പ്രതികൾ കരുതിയത്. പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ടാങ്കിനുള്ളിൽ നിന്ന് അഴുകി തുടങ്ങിയ ആ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ചെന്നൈ നഗരം അന്ന് വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ നടുക്കമായിരുന്നു ഈ കൊലപാതക വിവരം പുറത്തെത്തിയപ്പോഴുണ്ടായത്. ഈ കേസ് പിന്നീട് നിയമയുദ്ധങ്ങളിലേക്കാണ് നീങ്ങുന്നത്. പ്രതികൾക്ക് കോടതി വധശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറയ്ക്കപ്പെട്ടു. റാണി പത്മിനിയുടെ മരണം വെറും ഒരു കൊലപാതകത്തിനപ്പുറം സിനിമാ ലോകത്തെ പല നിഗൂഢതകളിലേക്കും അതുപോലെ തന്നെ പല രഹസ്യങ്ങളിലേക്കും വിരൽ ചൂണ്ടിയിരുന്നു എന്നതാണ് അന്നത്തെ മാസികകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും വ്യക്തി ജീവിതത്തിൽ അവർ അനുഭവിച്ച ഏകാന്തതയും അരക്ഷിതാവസ്ഥയും ആ മരണത്തോടെയാണ് പുറത്തു വരുന്നത്. ഇന്നും ആ വീടിന് മുന്നിലൂടെ പോകുന്നവർ ഓർക്കുന്നത് കൊച്ചിയുടെ കായൽക്കാറ്റേറ്റുപോലെ മിന്നിമറഞ്ഞ ആ കൊച്ചു പെൺകുട്ടിയുടെ മുഖമാണ്. തന്റെ 21ാമത്തെ വയസ്സിൽ അവൾ മരിക്കുകയാണ്. പോലീസ് രേഖകൾ പ്രകാരം റാണി പത്മിനിയുടെ വീട്ടിലെ ഡ്രൈവറായ ലക്ഷ്മി നരസിംഹൻ, വാച്ച്മാൻ ഗണേശൻ, പാചകക്കാരനായിരുന്നവർ എന്നിവർ ചേർന്നാണ് കൊലപാതകം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകം എന്ന നിലയിലേക്കാണ് കേസ് അന്വേഷിക്കപ്പെട്ടത്. പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. എങ്കിലും ഈ സംഭവത്തിന് പിന്നിൽ അക്കാലത്തെ ചില സിനിമാ രാഷ്ട്രീയ പ്രമുഖരുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന വാദം അക്കാലത്ത് വളരെയേറെ ശക്തമായി ഉയർന്നിരുന്നു. അതായത് ഇതൊരു തിരക്കഥ മാത്രമാണ് എന്നായിരുന്നു അവർ പറഞ്ഞത്. റാണി പത്മിനിക്ക് പല ഉന്നതരുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്നും
അത് ചില കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കിയതായും പറയപ്പെട്ടിരുന്നു. തന്റെ കയ്യിലുള്ള ചില രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റാണി പത്മിനി ഭീഷണിപ്പെടുത്തിയതാണ് പ്രമുഖരെ ചൊടിപ്പിച്ചത് എന്നും തുടർന്ന് അവർ ആസൂത്രണം ചെയ്തത് നടത്തിയ അല്ലെങ്കിൽ വാടക കൊലയാളികളെ ഉപയോഗിച്ച് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നതായിരുന്നു അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു കഥ. അതായത് ഇതൊരു ആരോപണമായിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് കാണിച്ച അമിത തിടുക്കവും അതുപോലെ തന്നെ ചില തെളിവുകൾ അവഗണിക്കപ്പെട്ടതുമൊക്കെ ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. എന്നാൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവറും സംഘവും മാത്രമാണ് കുറ്റക്കാരായിട്ട് വിധിക്കപ്പെട്ടത്. അല്ലെങ്കിലും ഗൂഢാലോചന നടത്തിയവരെ ശിക്ഷിക്കാൻ നമുക്ക് കഴിയാറില്ലല്ലോ അല്ലെ? കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ഇതിനു പിന്നിൽ ചിലപ്പോൾ പ്രമുഖരുണ്ടായിരിക്കാം. അവരിപ്പോഴും കാണാമറിയത്ത് നിൽക്കുകയാണ്. 38 വർഷങ്ങൾ പിന്നിട്ടിട്ടും റാണി പത്മിനിയുടെ മരണം ഒരു ചീട്ടുകൊട്ടാരം പോലെ ഇന്നും തകർന്നു വീഴാത്ത ദുരൂഹതയായി നിലനിൽക്കുകയാണ്. ഡ്രൈവറും കൂട്ടാളികളും നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെട്ടു എങ്കിലും ആ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ ആരെന്ന ചോദ്യം സിനിമാ കോളങ്ങളിൽ ഇന്നും സജീവമാണ്. പെട്ടെന്ന് ഒരു ദിവസം മോഷണത്തിന് വേണ്ടി ഈ രണ്ടാളുകളെ കൊന്നുകളയുമോ? നിയമപുസ്തകങ്ങളിൽ ഈ കേസ് എന്നോ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. എങ്കിലും അധികാരത്തിന്റെ ഗർവിൽ ചവിട്ടി മെതിക്കപ്പെട്ട ഒരു പെൺകരുത്തിന്റെ നിശബ്ദമായ നിലവിളി ഇന്നും ചെന്നൈയിലെ ആ വീടിന്റെ ചുമരുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ടാകും. വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും അവൾക്ക് നീതി കിട്ടിയോ എന്നറിയില്ല. സത്യം എപ്പോഴും മൂടിവെക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ വരും തലമുറയിലെങ്കിലും ആ ദുരൂഹതയുടെ ചുരുളഴിയുമെന്ന് നമുക്ക് വെറുതെയെങ്കിലും പ്രത്യാശിക്കാം. അതുവരെ റാണി പത്മിനി എന്നത് മലയാള സിനിമയിലെ വെറുമൊരു ഓർമ്മയല്ല, മറിച്ച് ഗ്ലാമർ ലോകത്തിന് പിന്നിലെ കറുത്ത നേളുകളുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അപ്പോൾ റാണി പത്മിനിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരുടെ മരണത്തിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഈ കഥകളൊക്കെ കേട്ട അല്ലെങ്കിൽ ഈ കഥകളൊക്കെ സിനിമകളിലും അതുപോലെ തന്നെ വാരികകളിലും അതുപോലെ പത്രങ്ങളിലും ഒക്കെ വായിച്ച ഒരുപാട് തലമുറകൾ കടന്നിട്ടുണ്ടാകും. അവർക്ക് ഇതിലും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടാകും. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.